ഹലോ വെൽക്കം ബാക്ക് ടു അർഷി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് അച്ചുവിൻ്റെ ബർത്ത്ഡേ വരികയാണ് ഈ മാസം ലാസ്റ്റായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മോന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. ചേട്ടൻ്റെ ഫ്രണ്ടും കൂടെ തന്നെ ഉണ്ട്. നമ്മൾ അച്ചുവിൻ്റെ ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം അച്ചുവിന് കുറച്ച് ബാഗി പാൻറ്റും അങ്ങനത്തെ കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. സാധാരണ കറക്റ്റ് ബോഡി ഫിറ്റിൽ വരുന്ന ഡ്രസ്സുകളാണ് അവനെടുത്തോണ്ട്. ചേട്ടനും അണ്ണനും കൂടെയാണ് ഈ പ്രാവശ്യം ഡ്രസ്സ് എടുക്കുന്നത്. അവർക്കും ഇട്ട് കൊടുത്തേക്കാണ്. അവരുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ആ ഏരിയയിലോട്ട് പോകുന്നത് പോലുമില്ല. കാരണം എനിക്കിതാ ഇവിടെ ഒരുത്തിൻ്റെ പുറകെ ഓട്ടമേ നടക്കുന്നുള്ളൂ. അവനാണെങ്കിൽ ഈ ഡ്രസ്സുകളുടെ ഇടയിലൂടെ ഓടടാ ഓട്ടം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ പല മോഡൽ ഡ്രസ്സുകളും ഒരുപാടുണ്ട്. അപ്പോഴേ ഇത് അൽവാദയിൽ വരുന്ന ഒരു ഷോപ്പാണ്. കറക്റ്റ് നെയിം എനിക്കറിയില്ല. ഇപ്പോൾ ഇട്ടേക്കുന്ന തോന്നുന്ന ട്രയൽ ചെയ്യാൻ എടുത്ത ഡ്രസ്സ് തന്നെയാണ്. നമ്മൾ 2-3 എണ്ണം നോക്കി അങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, നല്ല കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എടുത്തു എല്ലാവർക്കും. ഇപ്പം തന്നെ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. 9-9:30 ആയപ്പോഴാണ് ഇറങ്ങിയത് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് അച്ചിട്ട് നല്ല വെള്ളം എടുക്കാനായിട്ട് പോയേക്കാണ്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടാവാം ബാക്കി ഷോപ്പിംഗ് എന്ന് വിചാരിച്ചു. നല്ല വിഷമൊന്നും എല്ലാവർക്കും. അച്ചിട്ടാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അങ്ങനെയാണ് പോയി വെള്ളമൊക്കെ എടുത്തത്. 12 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഷോപ്പുകളും അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കറങ്ങി നമുക്ക് പറ്റിയൊരു ഷോപ്പ് കിട്ടി. അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ്. എല്ലാവരും നല്ല വിശന്നിരുന്നുകൊണ്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്തു. അപ്പോൾ കഴിച്ചിട്ട് കാണാവേ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെയും ബാക്ക് ടു ഷോപ്പിങ്ങിലായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു 24 hours ഓപ്പൺ ആയിട്ടുള്ളൊരു ഷോപ്പിലാണ് നമ്മൾ ഇത്തവണ കയറുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എനിക്ക് കാലുകഴുപ്പായി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്ഥലം ഒപ്പിച്ചു അവിടെ ഇരിപ്പായി. എന്നിട്ട് ഞാനവിടെ കട്ട പോസ്റ്റായിട്ടിരിക്കുകയാണ്. അവർ 3 പേരും കൂടെ ചെരുപ്പെടുക്കാനായിട്ട് പോയേക്കാണ്. അങ്ങനെ 2:30-3 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിന് അടുത്ത ദിവസം ഞങ്ങൾ ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. ഇന്ന് അണ്ണനില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നേരെ ഗിഫ്റ്റ് മാർക്കറ്റിലേക്കാണ് വന്നത്, നമ്മുടെ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തുള്ള. അങ്ങനെ കുറച്ച് ഡെക്കറേറ്റീവ് സാധനങ്ങളും ഒക്കെ നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം പോയി ഒരു സ്കേറ്റിംഗ് ബോർഡും എടുത്തുകൊണ്ട് വന്ന് അത് അവിടെ ഇട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനത് വേണമെന്നും പറഞ്ഞുകൊണ്ട് അവന് ഓടിക്കാനറിയാം. നമ്മൾ പറഞ്ഞ് ഇച്ചിരി കൂടെ വളർന്നിട്ട് മതി, ഇനി അതിൽ നിന്നും കൂടെ തള്ളി വീഴണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് ഓടിക്കാനറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ച് കാണിക്കുകയാണ്. ദിച്ചുവിനാണെങ്കിൽ ഒരു ക്ലേ എടുത്ത് കൈയിൽ കൊടുത്ത്, അതുകൊണ്ട് അവ അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങി വരവി ഉള്ള സമയം മൊത്തം പോക്കും രണ്ടുപേരും കൂടെ. ആവശ്യമുള്ള ഡെക്കറേറ്റീവ് ഐറ്റമൊക്കെ വാരിപ്പറക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ അച്ചുവേട്ടനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് വന്നേക്കാണ്. അച്ചുവേട്ടനോട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പം ഓരോ ദിവസം ഓരോ അഭിപ്രായമാണ്. ബൈക്ക്, സ്കൂട്ടർ, സൈക്കിൾ, അങ്ങനെ. അപ്പോൾ അച്ചുവേട്ടന് ഇവിടെ വന്നപ്പോൾ ഇതാ ഇരിക്കുന്ന ബൈക്ക് വേണം. ഇത് ആക്ച്വലി നമ്മുടെ റേസിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് വളരട്ടെ അന്നേരം വാങ്ങാമെന്ന് പറഞ്ഞു. അച്ചുവേട്ടന് മെയിൻ വേണ്ടത് കണ്ട് ഈ കാണുന്ന സ്കൂട്ടറാണ്. അച്ചുവേട്ടൻ ഇതെങ്ങാനും ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക്കാണ്. എവിടെയെങ്കിലുമൊക്കെ ചെന്നായിരിക്കും കയറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതും വളരട്ടെ എന്ന് പറഞ്ഞ് മാറ്റി. എങ്കിൽ പിന്നെ അവന് അല്ലാത്ത ബൈക്ക് അല്ലെങ്കിൽ കാറ് അതൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സമയം ഓരോ അഭിപ്രായത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എടുത്ത് സീബ്രയെ കണ്ടിട്ട് വന്ന് അന്തം വിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ അകത്ത് കയറണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നൈസിന് അവനെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോയി. അങ്ങനെ അച്ചൂട്ടനും നമുക്കും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ ഇന്ന് എടുക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതല്ല നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നീട് വന്നെടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോവാം എന്നുള്ള അഭിപ്രായത്തിൽ നിൽക്കുകയാണ്. അച്ചൂട്ടി ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഓരോ ഒന്ന് വേണമെന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊരു കൺഫ്യൂഷനാണ് എന്ത് മേടിക്കണം എന്നുള്ളത്. നമ്മൾ ഇന്നൊന്നും അല്ല, കുറേ ദിവസം കൊണ്ട് നമ്മൾ ഏത് ഷോപ്പിൽ പോകുമ്പോഴും അവിടെ ഇങ്ങനത്തെയൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ നോക്കാറുണ്ട് എന്താണ് വേണ്ടുന്നത്. അപ്പോൾ കാറ് ആണെങ്കിൽ കാറ് വേണം, ബൈക്കാണെങ്കിൽ ബൈക്ക് വേണം. കുഞ്ഞുങ്ങളല്ലേ, അവർക്കറിയില്ല. അപ്പം ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ബൈസൈക്കിൾ മേടിക്കാം എന്ന് തന്നെയാണ്. ഈ പ്രായത്തിൽ അവർക്ക് നല്ലൊരു ബൈസൈക്കിൾ തന്നെയാണ് വേണ്ടത്. കാറും ബൈക്കും ഒക്കെ മേടിച്ചാലും നമുക്ക് വീടിനകത്തിട്ടല്ലേ ഓടിക്കാൻ പറ്റുമോ. അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു വെച്ചേക്കാണ്.
ഇത്രയും സാധനങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും നമുക്ക് അന്ന് മേടിക്കാനൊന്നും തോന്നിയില്ല. ഇങ്ങനെ അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയെന്ന് വെച്ചാൽ നാളെ 26, ഇന്ന് 25 ഇന്ന് ഇപ്പോൾ ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഇന്ന് 12 മണിയാകുമ്പോൾ തൊട്ട് അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കറക്റ്റ് 12 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം എന്ന് വിചാരിച്ചേക്കാണ്. നമ്മൾ നല്ലൊരു സൈക്കിൾ കണ്ടു. ഈ സൈക്കിളല്ല കേട്ടോ നമ്മൾ മേടിച്ചത്. ദാണ്ട് അങ്ങനെ നമ്മൾ ഈ സൈക്കിളാണ് അച്ചൂട്ടന് മേടിച്ചത്. ദിച്ചുവിന് ഒരു ട്രൈ സൈക്കിൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് എല്ലാം ഈ സൈക്കിളിലോട്ട് പോയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ദിച്ചുവിന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കറക്റ്റ് 12 മണിയായപ്പോൾ തന്നെ ഞങ്ങൾക്ക് അച്ചൂട്ടന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റി. അങ്ങനെ അച്ചൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അച്ചൂട്ടൻ ഒന്ന് ഓടിച്ച് നോക്കി, ഭയങ്കര സ്പീഡാണ് എന്നൊക്കെയാണ് പറയുന്നത്. അച്ഛന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്തായാലും അച്ചൂട്ടൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് കയറുകയാണ് ബൈസൈക്കിള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ. അച്ഛൻ്റെ ന്യൂ ഫ്രണ്ടിനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.